മോട്ടോർ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു ടൂ വീലർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോണ്ടയുടെ SP125 2024 മോഡൽ OBD2 എൻജിൻ സപ്പോർട്ടുള്ള E20 ഫ്യൂൽ സപ്പോർട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിനെ കുറിച്ചാണ്. ഇതൊരു കമ്മ്യൂട്ടർ ബൈക്കാണ്. നമുക്ക് സിറ്റി ട്രാഫിക്കിൽ പാഞ്ഞൂത്തി പോകാനായിട്ട് ഏറ്റവും യൂസ്ഫുള്ളാണ്. നല്ലപോലെ മൈലേജ്, 60 മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ വളരെ സ്റ്റൈലിഷും മസ്കുലറുമാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഇത് വളരെ ആസ്വദിച്ച് നല്ലപോലെ ഉപയോഗിക്കുന്നൊരു മോഡലാണ്. അപ്പോൾ ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തത് ആര്യഭംഗി ഹോണ്ടയാണ്, നോർത്ത് പറവൂർ ഷോറൂം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇറങ്ങിയ വണ്ടിനേക്കാളും കുറച്ച് മാറ്റങ്ങൾ വാഹനത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ റണ്ണിങ്ങിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി തന്നെ ഇതിൻ്റെ വിൻഷീൽഡ് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള നല്ല ഭംഗിയുള്ളൊരു വിൻഷീൽഡാണ് വരുന്നത്. മിറേഴ്സ് എല്ലാം മാറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ വാഹനത്തിന് ഒരു മാറ്റ് ഗ്രേ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുള്ള് വൈസർ കാര്യങ്ങളെല്ലാം മാറ്റ് ഗ്രേ തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് അടിപൊളി LED ഹെഡ്ലൈറ്റ്സ് ആണ്. വൈറ്റ് ലൈറ്റ് ആണ്, വളരെ ഡ്യൂറബിളാണ്. നല്ല വൈറ്റ്, നല്ല അടിപൊളി പ്രകാശം തരുന്നൊരു ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ കളർ ലൈറ്റ് വരുന്നതാണ്. പിന്നെ എടുത്ത് പറയാവുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ടാങ്ക് കൗളുകളാണ്. ഈ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് ഏകദേശം 13 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. അത് മെറ്റലാണ്, മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പെട്രോൾ ടാങ്കാണ്. അതിന് നല്ല ഭംഗിയായി നല്ല മസ്കുലർ ലുക്ക് ഇടാനായിട്ടുള്ള സെയിം ഈ ടാങ്കിൻ്റെ കളർ തന്നെയുള്ളൊരു ഹോണ്ടയുടെ 3D ബാഡ്ജിങ് ഉള്ളൊരു ടാങ്ക് കൗള് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്, ഹൈഡ്രോളിക്കാണ്. അതായത് ഷോക്ക് ഓയിലാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്, വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതുകൂടാതെ സിംഗിൾ പിസ്റ്റനുള്ള കാലിപ്പറാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ കോംബി ബ്രേക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്കിംഗ് നല്ലപോലെ എഫക്റ്റീവ് ആയിരിക്കും. ഫ്രണ്ട് വരുന്നത് 18 ഇഞ്ച് അലോയ് വീലാണ്. അതിൻ്റെ ഡിസൈൻ കുറച്ച് മാറിയിട്ടുണ്ട്. നല്ല സ്പോർട്ടി ലുക്ക് വരുന്ന അടിപൊളി അലോയ് വീലാണ് ഈ വാഹനത്തിന് വന്നത്. പിന്നെ ഷോക്കപ്പിൽ തന്നെ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ടയേഴ്സ് വരുന്നത് 18 ഇഞ്ച് ടയറാണ്. അതിപ്പോൾ C8ൻ്റെ ടയേഴ്സാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മഡ് ഗാർഡ് വരുന്നത് സെയിം ബോഡി കളർ ഏതാണോ ആ കളർ തന്നെയായിരിക്കും വരുന്നത്. 2 പീസ് മഡ് ഗാർഡ്സ് ആയിരിക്കും വരുന്നത്. നിങ്ങളൊരു 1 ലക്ഷം രൂപ റേഞ്ചിൽ നല്ലപോലെ ഫീച്ചേഴ്സുള്ള, നല്ല മൈലേജ് കിട്ടുന്ന, എന്നാൽ എല്ലാ സിറ്റിയിലും സർവീസ് കിട്ടുന്ന ഒരു അടിപൊളി കമ്മ്യൂട്ടർ ബൈക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ SP125 നല്ലൊരു ചോയ്സാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുമ്പോൾ E20 ഫ്യൂവൽ 20% എത്രയുള്ള ഫ്യൂവൽ സപ്പോർട്ട് കൂടെ ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. ഇതിൻ്റെ സ്വിച്ചസ് ഒക്കെ ജസ്റ്റ് നോക്കാം നമുക്ക്. സ്വിച്ചസ് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡിൽ ഗ്രിപ്പ് ആയാലും അതെ, സ്വിച്ചസ് ആയാലും അതെ, ലിവേഴ്സ് ആയാലും അതെ, എല്ലാം ഹൈ ക്വാളിറ്റി നല്ല സൂപ്പർ മെറ്റീരിയൽ വെച്ചിട്ടാണ് വാഹനത്തിൻ്റെ ഹാൻഡിൽ ബാർ വരുന്നത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഹാൻഡിൽ ബാറാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ ജസ്റ്റ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ മാത്രമേ ഉള്ളൂ. വളരെ സൈലൻ്റ് ആയിട്ടുള്ള എൻജിനാണ്. സെൽഫ് ബട്ടൺസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഈ മീറ്ററിൽ നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റലായിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ ഫ്യൂൽ ഗേജ് കാണാവുന്നതാണ്. റൈറ്റ് സൈഡിൽ ആ 1 എന്ന് എഴുതിയിട്ടില്ലേ, അത് വരുന്നത് അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററാണ്. കറൻ്റ് ഏത് ഗിയറിലാണ് വാഹനം ഇരിക്കുന്നതെന്ന് കറക്റ്റ് അടയിൽ കാണിച്ചു തരും. പിന്നെ ഒരു ക്ലോക്ക് വരുന്നുണ്ട്, സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ ഫ്യൂൽ റേഞ്ച് വരും, എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലുള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്ററിന് വണ്ടി ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എത്രയാണ് മൈലേജ് കിട്ടുന്നതെന്ന് കാണിക്കും. പിന്നെ ലാസ്റ്റ് റണ്ണിൽ ആവറേജ് മൈലേജും വാഹനത്തിന് കാണിക്കുന്നുണ്ട്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് രണ്ടുപേർക്ക് സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന നല്ലൊരു കുഷനിങ് ഉള്ള സീറ്റാണ് വാഹനത്തിന് വന്നത്. സൈഡ് കൗളിലും ഇതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്റ്റിക്കർ വരും. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 125 cc ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി. അത് എയർ കൂൾഡ് എഞ്ചിനാണ് വാഹനം തരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ഉണ്ട്. പവർ ഔട്ട്പുട്ട് വരുന്നത് 10 bhp പവറാണ്. അതുകൂടാതെ ടോർക്ക് വരുന്നത് തന്നെ 10.8 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് വരുന്നത്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ 125 cc മോഡലിന് വരുന്നത്. അത് കൂടാതെ OBD2 സെൻസർ സപ്പോർട്ട് കൂടെ, സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ കൂടെ വാഹനത്തിന് വരുന്നുണ്ട്. അത് കൂടാതെ ഞാൻ അതേ പറഞ്ഞു, ഇതാണ് ആ ഓക്സിജൻ സെൻസർ എന്ന് പറയുന്നത്. OBD2 സെൻസർ വരുമ്പോഴാണ് ഇത് അഡീഷണൽ ആയിട്ട് നേരെ എക്സോസ്റ്റിലേക്കാണ്, എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ സൈലൻസറിലേക്കാണ് അതിൻ്റെ വാൽവ് കണക്ട് ചെയ്ത് പോകുന്നത്. പിന്നെ ട്രഡീഷണൽ ആയിട്ട് ഹോണ്ട ഷൈനിലേക്ക് വരുന്ന പോലത്തെ ഉള്ള ബാക്ക് ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. മെറ്റൽ ടൈപ്പ് ഒരു ചെയിൻ കവർ വരുന്നുണ്ട്. ഇതിൻ്റെ റിയർ സസ്പെൻഷനും 3 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹൈഡ്രോളിക് സസ്പെൻഷൻ തന്നെയാണ് വാഹനത്തിന്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ഹോണ്ട ഡ്രീം യുഗിലൊക്കെ വരുന്ന പോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സാരി ഗാർഡും വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിയർ ഗ്രാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയർ ഗ്രാബ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അത് ബാക്ക് സൈഡിലിരിക്കുന്ന പിനിയൻ പാസഞ്ചർക്ക് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ടൈലറ്റ്സ് ഒക്കെ കാണാൻ അടിപൊളിയാണ്. നല്ല ഹാലജൻ ബൾബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ലോങ് ആണ്, ദൂരെ നിന്നൊക്കെ നല്ല ബാക്കിൽ വരുന്ന ആൾക്ക് സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സ് പറയുമ്പോൾ ഹാലജൻ ബൾബ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല വലിപ്പമുള്ള, നല്ല നീളത്തിലുള്ള, നല്ല അടിപൊളി ഒരു മാറ്റ് ബ്ലാക്ക് കളർ ഹാർഡ് ഫൈബർ മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ്
ഡ്രം ബ്രേക്സ് തന്നെ യൂസ് ചെയ്യുന്നത്. ബാക്ക് സൈഡ് ടയർ കുറച്ചും കൂടി വണ്ണുള്ളതാണ്, ഒരു 10 mm വണ്ണുള്ള ടയറാണ് വരുന്നത്. സെയിം 18 ഇഞ്ച് അലോയ് വീൽസ് തന്നെ ഈ വാഹനത്തിനും വരുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാവുന്ന ഈ വാഹനത്തിൻ്റെ സൈലൻസറാണ്. അതൊരു പുതിയ ടൈപ്പ് സൈലൻസറാണ് ഇതിൽ വരുന്നത്. കൂടാതെ അതിനൊരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള സൈലൻസർ കവറും കൂടെ ഈ ബൈക്കിന് കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ഷൈനിലൊക്കെ പോലെ അല്ലെങ്കിൽ ഡ്രീം യുഗിലെ പോലുള്ള സെയിം ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പോസിറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ മൈലേജ്, എഞ്ചിൻ്റെ പേറ്റൻറ്റ് ടെക്നോളജി, ലൈറ്റ് വെയിറ്റ്, എഞ്ചിൻ സൗണ്ട്, പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. വാഹനത്തിൻ്റെ പ്ലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ഒരു 1,00,000 രൂപ 1.10 റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് SP125. നിങ്ങൾക്ക് മൈലേജും കിട്ടും, സർവീസ് സപ്പോർട്ടും കിട്ടും, അതുപോലെ തന്നെ വാഹനം ഡ്യൂറബിൾ ആയിരിക്കും, അത്യാവശ്യം കൊടുത്താൽ റീസെയിൽ വാല്യൂയും കിട്ടും. പിന്നെ എന്താ പറയുക, നെഗറ്റീവ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഡിജിറ്റൽ മീറ്റർ കുറച്ചുകൂടിയും സൂപ്പറാക്കായിരുന്നു. ബ്ലൂടൂത്ത് സപ്പോർട്ടൊക്കെ കൊടുത്ത് അടിപൊളിയായിരുന്നു. പിന്നെ ടെയിൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ LED വന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ എടുത്ത് പറയാവുന്നത് അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിപ്പറാണ്. ഇപ്പോൾ നോർമലി പറയുന്ന എല്ലാ വണ്ടികളിലും, ഈ റേഞ്ചിലുള്ള എല്ലാ വണ്ടികളിലും ഡ്യുവൽ കാലിപ്പർ ഡിസ്ക് ബ്രേക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രം സിംഗിൾ കാലിപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കി നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും നമുക്കിതിൽ പറയാനില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.4-നും 1.10-നും ഇടയിലാണ് പ്രൈസ് വരുന്നത്. 2 വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത മോഡൽ, സ്റ്റാൻഡേർഡ് മോഡലും വരുന്നുണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉള്ള മോഡലും വരുന്നുണ്ട്. ഫിനാൻസ് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപ 12,000 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് വണ്ടി റോഡിൽ ഇറക്കാവുന്നതാണ്. പിന്നെ ചില ഷോറൂമുകളിൽ 0 ഡൗൺ പേയ്മെൻറ്റ് ഫിനാൻസ് ഓപ്ഷനും വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും. ഓരോ മാസം സ്കീമുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ EMI കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് 6,000 രൂപയ്ക്ക് ഇടയിലൊക്കെ ഒരു അഫോർഡബിൾ EMI ആണ് വരുന്നത്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ഒരു 7 വർഷമൊക്കെ ലോൺ ഇടുകയാണെങ്കിൽ അതനുസരിച്ച് 4,000-3,000 റേഞ്ചിലൊക്കെ EMI വരും. അത് ഡ്യൂറേഷൻ എപ്പോഴും കുറച്ചിടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. 2024 ഏറ്റവും ലേറ്റസ്റ്റ് OBD2 E20 സപ്പോർട്ടർ SP125 കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.